നമസ്കാരം. അഫ്ഗാനിലെ ഭരണ അട്ടിമറിയിൽ നിർണായക പങ്കുവഹിച്ച താലിബാന്റെ പ്രമുഖ നേതാവ് ഖലീൽ ഹഖാനിയുടെ കൊലപാതകം താലിബാനെ ഒന്നടങ്കം ഞെട്ടിക്കുന്നതാണ്. മന്ത്രാലയത്തിലെത്തിയ ഒരു അഭയാർത്ഥി ചാവേറായി പൊട്ടിത്തെറിക്കുകയായിരുന്നു. താലിബാൻ അധികാരം പിടിച്ചെടുത്ത ശേഷം കൊല്ലപ്പെടുന്ന ആദ്യ പ്രമുഖ നേതാവാണ് ഖലീൽ ഹഖാനി. അഫ്ഗാൻ തലസ്ഥാനത്ത് നടന്ന ചാവേർ സ്ഫോടനത്തിൽ അഭയാർത്ഥി മന്ത്രി കൊല്ലപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ നിരവധി വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2021 ഒക്ടോബർ 4 നിരവധി പേർ മരിക്കാനിടയായ കാബൂൾ പള്ളി സ്ഫോടനത്തിനു പിന്നാലെ ഐസിസ് ഭീകരർക്കെതിരെ താലിബാനും ശക്തമായി തന്നെ പ്രത്യാക്രമണം നടത്തിയിരുന്നു. ഭീകരരുടെ ഒളിത്താവളങ്ങളിൽ കടന്നുചെന്ന് നിരവധി ഐസിസുകാരെയാണ് അന്ന് താലിബാൻ കൊലപ്പെടുത്തിയത്. താലിബാൻ ഔദ്യോഗിക വക്താവ് സബീഹുള്ള മുജാഹിദിന്റെ മാതാവിന്റെ സംസ്കാര ചടങ്ങുകൾക്കിടയിൽ കാബൂളിലെ ഈദ്ഗാഹ് പള്ളിയുടെ പ്രവേശന കവാടത്തിൽ ബോംബ് സ്ഫോടനം നടക്കുകയായിരുന്നു. നിരവധി താലിബാൻകാർ തടിച്ചുകൂടിയിരുന്ന ചടങ്ങുകൾക്കിടയിലുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ നിരവധി പേർ മരിച്ചു. അതേസമയം നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആരും സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ലെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ ഐസിസ് ഒളിത്താവളങ്ങളിൽ താലിബാൻ ആക്രമണം നടത്തുകയായിരുന്നു. 2019 അമേരിക്കൻ സേന നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ തകർന്നടിഞ്ഞ അഫ്ഗാൻ ഐസിസ് 2020 വീണ്ടും സാന്നിധ്യം അറിയിച്ചത്. ആ വർഷം ഒരു ആശുപത്രിയിലെ പ്രസവ വാർഡിൽ ഐസിസ് നടത്തിയ ഭീകരാക്രമണത്തിൽ ചോരക്കുഞ്ഞുങ്ങളും അമ്മമാരുമടക്കം കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷം 2021 ആദ്യം ഐസിസ് ഒരു സ്കൂളിനു നേർക്കും ബോംബാക്രമണം നടത്തി. പിന്നീട് താലിബാൻ അധികാരത്തിലേറിയതിന് പിന്നാലെയാണ് അഫ്ഗാനിസ്ഥാനിൽ ഐസിസ് പരസ്യമായി പ്രത്യക്ഷപ്പെട്ടത്. കാബൂളിൽ നിന്നും അഫ്ഗാനികൾ വിദേശ രാജ്യങ്ങളിലേക്ക് വിമാനമാർഗം രക്ഷപ്പെടുന്നതിനിടെ വിമാനത്താവളത്തിൽ ചാവേർ സ്ഫോടനവും നടത്തിയാണ് ഐസിസ് സാന്നിധ്യം അറിയിച്ചത്. അമേരിക്കൻ സൈനികരടക്കം കൊല്ലപ്പെട്ട ആക്രമണത്തിന് പകരം ചോദിക്കുമെന്ന് അമേരിക്ക അന്നു തന്നെ വ്യക്തമാക്കിയിരുന്നു. അഫ്ഗാനിലെ ഐസിസ് കേന്ദ്രങ്ങളിൽ പൈലറ്റില്ലാ വിമാനങ്ങളിൽ ആക്രമണം നടത്തി നിരവധി ഭീകരരെ വധിച്ചതായും പിന്നീട് അമേരിക്ക അവകാശപ്പെട്ടിരുന്നു. അതിനിടെ താലിബാനും ഐസിസും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിരുന്നു. അഫ്ഗാന്റെ വിവിധ ഭാഗങ്ങളിൽ അപ്രതീക്ഷിതമായി താലിബാനെതിരെ ആക്രമണങ്ങൾ നടന്നു. ഇവയിൽ പലതിനും പിന്നിൽ ഐസിസ് ആണെന്ന് താലിബാൻ ആരോപിച്ചു. അതിനു പിന്നാലെ വ്യത്യസ്ത ആക്രമണങ്ങളിൽ ഐസിസുകാരെ വധിച്ചതായി താലിബാൻ അവകാശപ്പെട്ടു. തങ്ങളുടെ അതേ പാത പിന്തുടരുന്ന സായുധ സംഘങ്ങളുമായി പോരാട്ടത്തിന്റെ പാതയിലാണ് ഇപ്പോൾ താലിബാൻ. താലിബാൻ ഭീകരപാത വെടിഞ്ഞ് സമാധാനത്തിന്റെ മാർഗം പിന്തുടരുകയാണെന്ന് ഐസിസ് നേരത്തെ ആരോപിച്ചിരുന്നു. ഈ രണ്ട് ഭീകര സംഘടനകളും ഒരുപോലെ തകർക്കുന്നത് അഫ്ഗാനികളുടെ ജീവിതമാണ്. ശരിക്കും ചെകുത്താനും കടലിനും ഇടയിലായ അവസ്ഥയിലാണ് അവർ.